CPM ജില്ലാ സെക്രട്ടറി പത്തനംതിട്ടയിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിന് തത്സമയ സംപ്രേഷണം KP ഉദയഭാനു. പ്രശ്നമാണ് കോൺഗ്രസ് അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് ഇപ്പോൾ ഏതാണ്ട് 63 കോടി രൂപ എസ്റ്റിമേറ്റിലാണ് അതിൻ്റെ പണി നടക്കുന്നത്. അന്തർദേശീയ നിലവാരത്തിലാണ് ആ റോഡ് പണിയുന്നത്. റോഡിൻ്റെ അലയൻസ് എന്ന് പറയുന്നത് അലൈൻമെൻറ്റ് 12 മീറ്ററാണ്. 9 മീറ്റർ ടാറിംഗ് ആണിത്. ആ അലൈൻമെൻറ്റ് വെച്ചുകൊണ്ടാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആരും കയ്യേറിയിട്ടില്ല. ഈ ഓട കഴിഞ്ഞ് പിന്നെയും 2 മീറ്റർ സ്ഥലം PW റോഡിൻ്റെ സ്ഥലം മുന്നോട്ട് അതിൻ്റെ കിഴക്ക് വശത്തുണ്ട്. അവിടെ ഒരു ട്രാൻസ്ഫോറുണ്ട്. ആ ട്രാൻസ്ഫോർ മാറ്റി വെക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ട്രാൻസ്ഫോർ നിലനിർത്തിക്കൊണ്ടാണ് അലൈൻമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാസ്തവത്തിൽ അവിടെ കയ്യേറിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്, ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസാണ്. വീണ ജോർജിൻ്റെ ബിൽഡിങ്ങിന് ഏതാണ്ട് 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ്. അവിടെ റവന്യൂവിൻ്റെ രേഖയനുസരിച്ച് 23 മീറ്റർ വീതിയുള്ള അവിടെ റോഡിന്. പക്ഷേ ഇപ്പോഴൊരു 15-16 മീറ്റർ മാത്രമേ ഉള്ളൂ അവിടെ. ഏതാണ്ട് 7 മീറ്ററോളം റോഡ് കയ്യേറിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അവിടെ കോൺഗ്രസ്സുകാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് വെറുതെ അവർ ഹർത്താൽ നടത്തുകയാണ്. അവിടെ വീണയുടെ ഹസ്ബൻഡ് PWയുടെ 1 സെൻറ്റ് സ്ഥലം പോലും കയ്യേറിയിട്ടില്ല. അതാണ് വസ്തുത. അലൈൻമെന്റ് മാറ്റി എന്നാണ് പറയുന്നത്. അലൈൻമെന്റ് അദ്ദേഹത്തിന് വേണ്ടി മാറ്റി എന്നാണ് അവർ ആക്ഷേപം. അങ്ങനെ ആരും മാറ്റത്തില്ലല്ലോ. അലൈൻമെന്റ് അങ്ങനെ മാറ്റത്തില്ല, ആർക്കും വേണ്ടി മാറ്റത്തില്ല. ഇല്ല. ആ ചെറിയ ചരിവെന്ന് പറയുന്നത് അവിടെ ട്രാൻസ്ഫോമർ അവിടെയാണ്. ആ ട്രാൻസ്ഫോമറിൻ്റെ കിഴക്ക് വശത്താണ് PW റോഡിൻ്റെ ബൗണ്ടറി കല്ലിട്ടിരിക്കുന്നത്. ആ ട്രാൻസ്ഫോമർ മാറ്റാൻ യാതൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്, ട്രാൻസ്ഫോമർ നിലനിർത്തിക്കൊണ്ടാണ് അലൈൻമെൻറ്റ് ഉണ്ടാക്കിയത്. ഈ കുറേ കൂടി വെച്ചാൽ 2 മീറ്റർ കൂടെ കിടക്കുമല്ലേ PW സ്ഥലം. അവിടോട്ട് റോഡ് വീതി കൂട്ടിയാലും അവർക്കൊന്നുമില്ല. അവർ പറയുന്നത് പ്രധാനമായിട്ടും KK ശ്രീധരൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമടക്കം ഇതിനെ എതിർത്തു തടഞ്ഞു. അദ്ദേഹത്തിന് ഓൺ ബൈറ്റ് പ്രതിഷേധിച്ചിരുന്നു എന്ന് പറയുന്നു. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ വരാൻ കാരണം? എനിക്കറിയില്ല. അതെന്താണെന്ന് വെച്ചാൽ പാർട്ടി പരിശോധിക്കും. അങ്ങനെയുള്ളത് അതെല്ലാം പാർട്ടി പരിശോധിക്കും. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു സംസാരിക്കുകയായിരുന്നു. വീണ ജോർജിൻ്റെ ഭർത്താവിന് വേണ്ടി അലൈൻമെൻറ്റ് മാറ്റിയെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം.